ഹലോ, ഇതെന്താ താമരപ്പാടം കണ്ട് കൊതി തീർന്നില്ലാന്നാ? ഏ നീ എവിടെയായിരുന്നു? കൊറേ സമയായല്ലോ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. ഞാനിതാ അവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ നടന്നിട്ടാണ് വരുന്നത്. വണ്ടിയോ? വണ്ടി അവിടെ കേടായി അവിടെ ഇരിക്കുന്നു. അല്ലാതെ എന്നത്തെ പോലെ എണ്ണ തീർന്നിക്കല്ല അല്ലേ? അല്ല അല്ല, ഈ പാടം ഇപ്രാവശ്യം ഞാൻ പാട്ടത്തിന് എടുത്തിട്ടുണ്ട്. സമയമായിട്ടില്ല, ആവട്ടെ. ഹും. എന്താണ് വരാൻ പറഞ്ഞത്? ഒന്നുമില്ല, വീട്ടിലിരുന്നപ്പോ ഒന്ന് കാണണം തോന്നി. കൊറേ ആയില്ലേ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിട്ട്. ഉം. എന്റെ ഇടയ്ക്ക് വീട്ടിൽ പോവാൻ തോന്നിയില്ല. എന്താ അപ്പൊ നിന്നെ ഒന്ന് കാണാൻ തോന്നി. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ? എന്താ വീട്ടിൽ പോകാൻ തോന്നുന്നില്ല? വീട്ടിൽ ചെന്ന അമ്മ ഓരോന്ന് പറയും. അപ്പൊ എന്ത് പിന്നെ പറയണ്? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താ മെലിഞ്ഞ് തടിച്ച് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഒരുപാട് സ്നേഹം വെച്ചപ്പോഴേ ഞാനോട് പോണില്ല വിചാരിച്ചു. ഉം. എന്നിട്ട് പിന്നെ എന്താ പ്ലാൻ? ഒന്നുമില്ല, കുറച്ചു നേരം നിന്റെ താമരപ്പാടമൊക്കെ നോക്കി നിൽക്കണം. അതിപ്പോ എന്റെ താമരപ്പാടാന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോഴല്ലേ പറഞ്ഞത്. ഉം. അതൊന്നും അല്ല, നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിയണ്ട. എന്തോ പറയാനുണ്ട്. എന്താ കാര്യം പറയും? നിനക്ക് പറഞ്ഞ എന്നെ കല്യാണം കഴിച്ചുകൂടായിരുന്നല്ലേ? ഇനി ഇപ്പൊ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ സമയത്ത് അത് നടന്നില്ല. ഏ അതിന് ഞാൻ നടക്കാൻ നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്നു. ഇല്ല, നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലായിരുന്നു. ഞാൻ ആ സമയത്ത് അങ്ങനെ കരുതിയിട്ട് പോലുമില്ല. അല്ലെങ്കിൽ ചിലപ്പോ ഒരു പക്ഷെ അങ്ങനെ നടന്നു. ആ, പറയാൻ വയ്യ. പിന്നെ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കുന്ന സമയത്ത് എങ്ങനെ നമ്മള് ഒരു പ്രണയത്തിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. നിനക്ക് എന്നെ ശരിക്കറിയാം. ഞാൻ എന്ത് തീരുമാനിക്കും, ഞാൻ എന്താലോചിക്കും, ഞാൻ എന്താഗ്രഹിക്കുന്നു, എല്ലാം നിനക്കറിയാം. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ആഗ്രഹം നിനക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. ഇല്ലടാ, അത് തീർച്ചയായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞതാ. അങ്ങനെ എനിക്കും ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടല്ലോ. സുഖം, സുന്ദരം, അതുപോലെ. പിന്നെ ഓരോ ആളുകൾക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് ചിലതൊക്കെ സംഭവിക്കും. ചെ- എന്താ സുഖം, സുന്ദരം. എന്താ സുഖം സുന്ദരം അല്ലേ? പിന്നെ നല്ല ഭംഗിയുള്ള വാക്കാ കേൾക്കാൻ, അനുഭവിക്കാൻ കുറച്ച് കയ്പൊക്കെ ഉണ്ടാവും. അതെന്തോ ഒരു പ്രശ്നമുള്ള പോലെ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിനക്ക് വളരെ സുഖമായിട്ടുള്ള ഒരു ജീവിതമാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വേറെ എന്താ? നീ എന്തിനങ്ങനെ ഏട് മാറ്റുന്നത്? സബ്ജക്റ്റ് മാറ്റി പിടിക്കണ കാര്യം പറ. നിനക്ക് എന്താ, വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം എന്ന് പറയുമ്പോഴേ ഉം. നമ്മൾ ആദ്യം മുതൽ പറയേണ്ടി വരും. അതായത് ഒരു ചുരുക്കം പറ, മനസ്സിലാക്കാനാ. നീ പറയാതെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ. അത് പറഞ്ഞാൽ തന്നെയല്ലേ മനസ്സിലാവുള്ളൂ. അത് പറ. നമ്മൾ വേണ്ടാത്ത ഒരാളുടെ അടുത്ത് ഉം. അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അടിമകളെ പോലെ ജീവിക്കാന്ന് പറയുമ്പോൾ അതിനൊരു സുഖമില്ലടാ, അതെനിക്ക് അതിനൊരു രസമില്ല. മനസ്സിലായി. അതായത് നിന്റെ ഹസ്ബൻഡ് തീർച്ചയായിട്ടും നിന്നോട് ഒരു അടിമ പോലെയാണ് പെരുമാറുന്നത് അല്ലേ? എനിക്ക് മടുത്തു. അല്ല, നിനക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുണ്ടോ? ഞാൻ എൻ്റെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ പറയാത്തതാ. എന്തിനാ വെറുതെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നു എന്ന് കരുതിയിട്ടാ. സംഗതി ശരിയാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന് ഒരു ദുരവസ്ഥ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടൊരു വിഷമം തോന്നും. പക്ഷെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് പറയുക. പറഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാവുന്ന വിഷയമാണെങ്കിൽ പരിഹരിക്കുക. പിന്നെ എങ്ങനെ പരിഹരിക്കാനാ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നത്, അയാൾക്ക് അയാൾക്ക് ഞാൻ പൊതുമധ്യത്തിൽ മാത്രം അയാളുടെ ഭാര്യ. അയാൾക്ക് എന്നെ വേണ്ടടാ. അയാൾ എന്നോട് ഫസ്റ്റ് നൈറ്റിൽ തന്നെ പറഞ്ഞ എന്താന്ന് നിനക്കറിയോ? നാലാളുടെ മുമ്പിലാ നീ എൻ്റെ ഭാര്യ. ഈ ചുമരുകൾക്കുള്ളിൽ നമ്മൾ രണ്ടുപേരും രണ്ട്. എന്താ ഞാൻ പറയാ, എനിക്ക് മടുത്തു അയാളെ കൂടെ ജീവിച്ചിട്ട്. എനിക്ക് എനിക്കിനി പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ജോലി നേടിയിട്ട് എനിക്ക് ഇവിടുന്ന് പോണം. പിന്നെ ഞാൻ മറ്റേ കാര്യം ചുമ്മാ പറഞ്ഞാട്ടോ, ഇനി ഏത് അതിൽ ദേഷ്യം പിടിക്കണ്ട. ഏത് നിനക്ക് എന്നെ കല്യാണം കഴിച്ചുകൂടെ എന്നുള്ളത്. ആ, അതവിടെ നിൽക്കട്ടെ. പിന്നെ നിനക്ക് അത്യാവശ്യം വിവരവും ബോധവും പക്വതയും ഒക്കെ ഉള്ളൊരു പെണ്ണാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും നീ മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെയും ലൈഫ് അത്ര സുഖകരമൊന്നുമല്ല. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ ചില ആളുകൾ വളരെ പളപളപ്പുള്ള ജീവിതം പോലെ, പട്ടുപോലത്തെ ജീവിതം പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ സത്യത്തിൽ അവരുടെ ജീവിതം വളരെ മോശമായിരിക്കും, വളരെ ദുരിതമായിരിക്കും. അത് നമ്മൾ ഇപ്പൊ നീ ചെയ്യുന്ന പോലെ തന്നെ അത് പുറത്ത് കാണിക്കാതെ കൊണ്ട് നടക്കുന്ന ആളുകളാണ് പലരും. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയണ കാര്യമാണ്. അപ്പൊ കുറച്ചൊക്കെ സഹിക്കുക, കുറച്ചൊക്കെ എന്താ പറയാ, ക്ഷമിക്കാൻ പഠിക്കുക. ഏ അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ ഇതിന് ഒരു മറുപടി പറയാ? ഇതിനിപ്പോ ഒരു സൊല്യൂഷൻ വേറൊന്നും പറയാൻ ഇപ്പൊ എൻ്റെ കയ്യിലില്ല. അല്ലെങ്കിൽ നീ നിന്റെ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്യ്. അങ്ങനെയല്ലല്ലോ. നമ്മൾ ജീവിതം എങ്ങനെ അത് ഒരു ഇഴ പൊട്ടിപ്പോണ സമയത്ത് അത് പൊട്ടിപ്പോവാതെ എങ്ങനെ വീണ്ടും അതിനെ ബലപ്പെടുത്തി എടുക്കാന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമില്ല. ഇത് എനിക്ക് എൻ്റെ വീട്ടുകാരെ ബോധിപ്പിക്കണം. എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്. ഞാനൊരു സമാധാനത്തിലാണ് ജീവിക്കുന്നത്. അയാൾക്ക് അയാളുടെ വീട്ടുകാരെയും ബോധിപ്പിക്കണം. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ഈ ലൈഫിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അയാൾക്ക് ഇങ്ങനെ പറക്കണം. അയാളെ ഇഷ്ടത്തിന് ഇങ്ങനെ ജീവിക്കണം. കുടുംബവും കൂട്ടവും. പിന്നെ നിങ്ങൾ ഈ രണ്ടുപേരും പരസ്പരം രണ്ടുപേരുടെയും വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞല്ലോ, അതിലൊരു തെറ്റുണ്ട്. കാരണം വേറൊരാളെ ബോധ്യപ്പെടുത്തുന്നതല്ല നമ്മുടെ ജീവിതം. നമ്മൾ വേറൊരാളെ ബോധ്യപ്പെടുത്തണം, അതാണോ നമ്മുടെ ജീവിതം? നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ലേ ജീവിച്ചു തീർക്കേണ്ടത്. ഇപ്പൊ നീ നേരത്തെ എന്താ പറഞ്ഞത്? പഠിക്കണം, എന്തെങ്കിലും ജോലി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇവിടുന്ന് പോകണം, ഇതൊക്കെയാണ് പറയണത്. അതൊക്കെ സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വഴി കൂടെ സഞ്ചരിക്കുകയുള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നീ പഠിക്കുക. പഠിക്കണം എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ഒരു ജോലി നേടണം. അതിനനുസരിച്ചിട്ട് എന്താ കാര്യങ്ങൾ വെച്ചാൽ അത് നോക്കുക. ഇനി ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോണോ? അപ്പൊ അത് നോക്കുക. അപ്പൊ ഞാനടക്കമുള്ള നിന്റെ സുഹൃത്തുക്കളും വീട്ടുകാരൊക്കെ നിന്റെ കൂടെ തന്നെയല്ലേ ഉണ്ടാവുക, നിൽക്കുമല്ലോ ഒപ്പം. പിന്നെന്താ? പിന്നെ ഭർത്താവിന് അടിയറവ് വെച്ചൊരു ജീവിതം അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച് പെണ്ണിന്. അതിന്റെ ആവശ്യമില്ല. പിന്നെ രണ്ടുപേരും ഒരു റൂമിന്റെ ഉള്ളില് പിന്നെ പരസ്പരം ശത്രുക്കളെ പോലെ പുറത്ത് ആളുകളുടെ മുന്നിൽ ഭാര്യയും ഭർത്താവുമായിട്ട് അങ്ങനെ അഭിനയിച്ച് ജീവിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കുക, അത് ആസ്വദിച്ച് ജീവിക്കുക. അത് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് തീർക്കേണ്ട കാര്യം എന്താണ്? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയണത്? നീ നിർബന്ധമായിട്ടും പഠിക്കുക. നീ നിർത്തിവെച്ച അവിടെ നിന്ന് മുതൽ വീണ്ടും പഠിത്തം തുടങ്ങുക. ശേഷം ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുക. അപ്പൊ പുതിയ വഴികൾ ഇങ്ങനെ നമുക്ക് ആയിട്ട് ഇങ്ങനെ തുറന്നു വരും. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അടിമയായിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ തെറ്റ്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയും ജീവിക്കണ്ട, അടിമയായിട്ടും ജീവിക്കണ്ട. അതിന്റെ കാര്യമില്ല. എന്തിനാ അത്? ആകെ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ മറ്റൊരു സഹജീവിക്കൊരു വേദന ഇല്ലാത്ത തരത്തിൽ നമ്മൾ ജീവിച്ചാൽ പോരെ. വേറെന്താ? ഓക്കെ, അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് എന്റെ മോട്ടിവേഷൻ? ഞാൻ സൂപ്പർ. വെറുതെ പറഞ്ഞതല്ല, സത്യസന്ധമായിട്ട് സൂപ്പർ. പറഞ്ഞതാണ്. ശരി, നമുക്ക് നടക്കാം. എന്നാ ശരി. അല്ല, ഞാൻ ഇങ്ങോട്ട് നടക്കാം. ആ, ആ നീ ഇല്ലേ? ആ വണ്ടി അവിടെ കേടായിട്ടിരിക്കുന്നുണ്ട്. എന്നും ഈ കേടന്നെ.